കഴിഞ്ഞ ദിവസം ജേക്കബ് പാസ്റ്റർ വിളിച്ചിരുന്നു. 15 സുവിശേഷകർക്ക് വേണ്ടിയുള്ള സഹായം അവരുടെ സഭയിൽ നിന്നും തയ്യാറായിരിക്കുന്നു എന്ന് അറിയിക്കുവാനാണ് അദ്ദേഹം വിളിച്ചത്. നമ്മൾ അവിടേക്ക് കത്തുകളൊന്നും അയച്ചിരുന്നില്ല. ഇത് പറഞ്ഞപ്പോൾ താൻ പറഞ്ഞു, എൻ്റെ ഒന്നാമത്തെ ഒരു ആഗ്രഹം ഇതായിരുന്നു, എൻ്റെ സഭയിൽ നിന്നും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ബീഹാറിൽ അതിനെ സഹായിക്കുവാനായി ചിലർ തയ്യാറാകണം. അത് നടന്നു. എൻ്റെ അടുത്ത ആഗ്രഹം, ഇവിടെ നിന്നും ഒരു കൂട്ടം ആളുകൾ, ഒരു ചെറിയ കൂട്ടമെങ്കിലും അവിടുത്തെ മിഷൻ വയലുകൾ കാണുവാൻ വേണ്ടി വരണം. അതും നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം തോമസ് അങ്കിൾ വിളിച്ചിരുന്നു. ഈ ആഴ്ച തന്നെ 5 പുതിയ പ്രവർത്തകരുടെ വിവരങ്ങൾ അറിയിക്കണം. 5 പ്രവർത്തകരെ കൂടി ബീഹാറിൽ സഹായിക്കുവാൻ അവരുടെ സഭ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന വിവരം നമ്മൾ അറിഞ്ഞിട്ടില്ല. അവിടേക്കും കത്തുകളൊന്നും അയച്ചിട്ടില്ല. ഈ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിൽ ഏറെയായി നമ്മളുടെ കൂട്ടുപ്രവർത്തകരെ മുഴുവൻ സഹായിക്കുവാൻ വേണ്ടിയുള്ള സാമ്പത്തികമായ വിഭവങ്ങൾ ഈ രീതിയിലാണ് ദൈവം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 2 യൗവനക്കാരുമായി സംസാരിച്ചു. ഒരാൾ തമിഴ്നാട്ടിൽ നിന്നും ഒരാൾ ആന്ധ്രയിൽ നിന്നും. ബൈബിൾ സെമിനാരിയിൽ പഠിച്ചിട്ട് വന്നവരാണ്. അവർ കർത്താവിൻ്റെ വേല ബീഹാറിൽ ചെയ്യുവാൻ ആഗ്രഹിച്ച് വന്നിരിക്കുന്നു. നമ്മൾക്ക് അവരെ പരിചയമില്ല, അവരെ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അവരുടെ ടീച്ചർ പരിചയപ്പെടുത്തിയതാണ് നമ്മളുടെ മിഷനെ. അവർ വന്നപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു സഹായം നൽകണം. 3-4 വർഷങ്ങൾ പഠിച്ചിട്ട് വന്നവരാണ്. സെക്യുലർ ഫീൽഡിൽ 50,000 1 ലക്ഷവും രൂപ അവരുടെ പ്രായമുള്ളവർ ശമ്പളം വാങ്ങുമ്പോൾ, മാസം തോറും വാങ്ങുമ്പോൾ അവർക്ക് ഒരു 8,000 രൂപയെങ്കിലും കൊടുക്കണം. അതിനുവേണ്ടിയുള്ള വഴികൾ ദൈവം തക്ക സമയത്ത് തുറന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ വേലക്കാരിൽ ആരെയും തന്നെ 8,000 രൂപ നൽകി സഹായിക്കുന്ന 5 പേര് പോലും കാണില്ല. സഹായിക്കുന്ന സഭകൾ, വ്യക്തികൾ സഹായിക്കുന്നത് 3,000 രൂപ, 4,000 രൂപ ഒരു മാസം. എന്നാൽ ഇതുവരെ ആരൊക്കെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വരുവാൻ തയ്യാറായിട്ടുണ്ടോ അവരോടെല്ലാം ശരി വരാം എന്ന് പറയുവാൻ ദൈവം സഹായിച്ചു. അവരുടെ ന്യായമായ ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ നടത്തുവാൻ ദൈവം സഹായിച്ചു. അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, മറ്റ് ആവശ്യങ്ങൾ, അതൊക്കെ ദൈവം തക്ക സമയത്ത് നടത്തി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദേവദാസൻ പറഞ്ഞു, ഗോഡ്സ് വർക്ക് ഡൺ ഇൻ ഗോഡ്സ് വേ വിൽ നെവർ ലാക്ക് ഗോഡ്സ് സപ്ലൈ. അത് വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എങ്കിലും അങ്ങനെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവ ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിന് ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.